നമസ്കാരം എല്ലാ മച്ചാമാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് MongoDB വെബ്സൈറ്റിന് എങ്ങനെ ഒരു പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആക്കാൻ ഇന്നത്തെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് കുറേ ആൾക്ക് അറിയാത്തൊരു സംഭവമാണ്. എന്താ വെച്ചാൽ പുതിയൊരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇത് കുറേ ആൾക്കാർക്ക് എടുക്കാൻ അറിയാത്തൊരു സംഭവമാണ്. ആൾക്കാർക്ക് പഴയ ഡാറ്റാബേസ് തന്നെ യൂസ് ആക്കുന്നതാണുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ പുതിയൊരു ഡാറ്റാബേസ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും നല്ലൊരു ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏറ്റവും നല്ല ബ്രൗസർ ആയിട്ടുള്ളത് ക്രോമാണ്. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ സെർച്ച് ബാറിൽ MongoDB എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. MongoDB@.com എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തും. ഫസ്റ്റ് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതിൽ കാണുന്ന ആദ്യം തന്നെ MongoDB എന്ന് കാണുന്ന ഈ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൽ പോയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ആക്കുന്നത്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും സൈഡ് 3 ഡോട്ട്സ്. ഓക്കെ, ഞാൻ മാർക്കാക്കി അടിച്ചാൽ ഈ 3 ഡോട്ട്സിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ 3 ഡോട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ട്രൈ ഫ്രീ, ഒന്ന് സൈനിങ് ഇന്നിൽ. സൈനിങ് ഇൻ എന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ട്രൈ ഫ്രീയിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കരുത് ഒരിക്കലും. സൈനിങ് ഇന്നിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ പുതിയൊരു പേജിലേക്ക് എത്തും. ഇവിടെയാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷന് ലോഗിൻ ഇൻ വിത്ത് ഗൂഗിൾ ആയിട്ട്, പിന്നെ രണ്ടാമത്തെ ഓപ്ഷന് ഇമെയിൽ അഡ്രസ്സ് ആയിട്ട്. ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുത്തിട്ട് നമുക്ക് സൈനിങ് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ലോഗിൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. 2 ചോയ്സ് ഉണ്ട്. 2 ചോയ്സ് നിങ്ങൾക്ക് ഏത് ചോയ്സ് ആണെന്ന് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോഗിൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന ഇതാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങളുടെ ഫോണിലുണ്ട് എല്ലാ അക്കൗണ്ട്സും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ വേണ്ട അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താക്കുക വെച്ചാൽ നിങ്ങൾ വേറൊരു പേജിലേക്ക് എത്തും. നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തും. ഇത് നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ലോഗിൻ ചെയ്തതാണ് ഈ ഇമെയിൽ കൊടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു ടിക്ക് ഇടുന്നൊരു ഓപ്ഷൻ. ഓക്കെ, ആ ടിക്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ടിക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ വേറൊരു പേജിലേക്ക് എത്തും. പുതിയ പേജിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വെൽക്കം ബെൽറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ MongoDBൻ്റെ വെബ്സൈറ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, വെൽക്കം ബെൽറ്റ് ലോഡിങ് ആവുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് നിങ്ങൾക്ക് ലോഡിംഗ് ആയിട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ പേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരു 3 ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. ഒരു 3 ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റിന് അവിടെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ബിൽഡ് എ ന്യൂ ആപ്ലിക്കേഷനായിട്ട് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മളെ ഇഷ്ടമുള്ള പോലെ നമുക്ക് കൊടുത്താൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്താണ് തോന്നുന്നത് അത് കൊടുത്താൽ മതി ഇവിടെ. ഓക്കെ, അതിൻ്റെ തേർഡ് ആപ്ലിക്കേഷന് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ സെലക്ട് ചെയ്തൊരു ഓപ്ഷൻ നിങ്ങൾ ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് ഓണാക്കി നിങ്ങൾക്ക് നേരെ സെലക്ട് ചെയ്തതൊക്കെ എഴുതിയിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഏറ്റവും താഴെ വരുമ്പോൾ അതർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ഇതുണ്ട് പിന്നെ ടെലഗ്രാം ബോട്ടിൽ അവിടെ ഫില്ലാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണോ കൊടുക്കുക അതിനൊരു പ്രശ്നമില്ല. പിന്നെ ഒരു ലാംഗ്വേജ് ഉണ്ട്, ഏത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നില്ല. ഞാൻ പൈത്തൺ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ജാവ സ്ക്രിപ്റ്റ് എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഗ്രീൻ കളറിലൊരു ബട്ടൺ ഉണ്ട് കാണാൻ സാധിക്കും. ഓക്കെ, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് നിന്നാൽ നിങ്ങൾക്ക് നേരെ കാണാൻ സാധിക്കും. ഞാൻ ഡെസ്ക് ടോപ്പ് സൈറ്റ് എടുത്തിട്ടാണ് ഇതിന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഡെസ്ക് ടോപ്പ് സൈറ്റിന് ഒന്ന് ഓണാക്കിയിട്ട് മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, പിന്നെ ഡെസ്ക് ടോപ്പ് ഓണാക്കാൻ പോകണം. ഡെസ്ക് ടോപ്പ് സൈറ്റ് ഒന്ന് ഓണാക്കാം. എന്താ വെച്ചാൽ ഇതിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓണാക്കിയിട്ട് പോകുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ നമുക്ക് നേരെ ചെയ്യാൻ പറ്റും. ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓണാക്കിയില്ല നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് ക്രിയേറ്റ് ഫ്രീ ആയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പൈസാൻ്റെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്രീ ആയിട്ട് എടുക്കുന്നത് നമുക്ക് അത്ര നല്ലതല്ല. ഡാറ്റാബേസ് ക്യാഷ് കൊടുത്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ പേജിൽ നമുക്കൊന്നും ചേഞ്ച് ചെയ്തെടുത്താൽ മതി. പിന്നെ ഏറ്റവും താഴെ കാണാൻ സാധിക്കും ക്രിയേറ്റ് ക്ലസ്റ്റർ ആയിട്ട്, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളർ ബട്ടണാണത്. ഓക്കെ, അതിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചോദിക്കുന്നുണ്ട് യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. യൂസർ നെയിം എങ്ങനെയല്ല, യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കുക. എ എന്ന് വേണം കൊടുക്കാം, ബി എന്ന് വേണം കൊടുക്കുക. അല്ലെങ്കിൽ യൂസർ നെയിം എ എന്ന് കൊടുത്തിട്ട് വേണമെങ്കിൽ പാസ്വേഡ് വേണം ബി എന്ന് കൊടുക്കാം. ഒരു ലെറ്ററിന് മറ്റേതൊന്നുമില്ല. ബാക്കിയുള്ള അടുത്ത് ചോദിക്കുന്നില്ല ഇത്ര ലെറ്റർ കൊടുക്കണം, എത്ര ലെറ്റർ കൊടുക്കണിട്ടില്ല. നിങ്ങൾ യൂസർ നെയിം എന്താണോ കൊടുക്കുന്നത് അത് തന്നെ പാസ്വേഡായിട്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ MoTech യൂസർ നെയിം കൊടുക്കുകയാണ്. അതിന് തന്നെ കോപ്പി ചെയ്തിട്ട് നേരെ പാസ്വേഡിന് അവിടെ കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ എനിക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ക്രിയേറ്റ് യൂസറിലിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വേറൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ടാവും. കുറച്ച് താഴെ തന്നെ വേറൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, ലൊക്കേഷൻ്റെ ഒരു ഓപ്ഷന്.
ആഡ് IP അഡ്രസ്സ് അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ ഫില്ല് ചെയ്യുന്നത് വേറെ സ്ഥലത്താണ് നമ്മൾ ഫില്ല് ചെയ്യുന്നുള്ളത്. സൈഡിൽ കാണാൻ സാധിക്കും നെറ്റ്വർക്ക് ആക്സസ് സെലക്ട്. ഓക്കെ, ഡാറ്റ ആക്സസ് അല്ല, നെറ്റ്വർക്ക് ആക്സസ്. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നെറ്റ്വർക്ക് ആക്സസിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കാണാൻ സാധിക്കും ആഡ് IP അഡ്രസ്സ്. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഗ്രീൻ കളർ ബട്ടണിലേക്ക്. അപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും 2 ബട്ടൺ ഉണ്ട്. ഓക്കെ, അലോ ആക്സസ് ഫ്രം എനിവെയർ. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും കൺഫേമിൽ. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ IP അഡ്രസ്സ് നമുക്ക് കിട്ടുന്നത് 000 ആയിട്ടാണ് വരുന്നുള്ളത്. പിന്നെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഏറ്റവും മീറ്റയുടെ കാണാൻ സാധിക്കും സ്റ്റാർട്ട് എന്ന്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തിട്ട് അടുത്തൊക്കെ തന്നെ എത്തും. എന്നിട്ട് ഇതിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും ഫിനിഷ് ആൻഡ് ക്ലോസ് സെൽറ്റ്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു സംഭവം വരും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഗോ ടു ഡാറ്റാബേസ്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇടുമ്പോൾ നിങ്ങൾ ഇതുപോലെയും കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് നമുക്കിവിടെ 1 മുതൽ 3 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏകദേശം 3 മിനിറ്റ് വരെ എങ്ങനെ വെയിറ്റ് ചെയ്യണം. ഈ 3 മിനിറ്റ് അതിന് ശേഷം നമുക്ക് നോക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവൻ്റെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ സാധിക്കും കണക്റ്റിൽ നിന്ന് ബട്ടൺ. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണക്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെയും കാണാൻ സാധിക്കുന്നുണ്ട്. 3 ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കാണാൻ സാധിക്കും ഡ്രൈവർ ആയിട്ട്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് ലാംഗ്വേജ് വേണ്ടത് ആ ലാംഗ്വേജിലേക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ വെർഷൻ ഉണ്ട്. ഓക്കെ, ലാംഗ്വേജ് ആണെങ്കിൽ കുറേ ലാംഗ്വേജ് ഉണ്ട്. നിങ്ങൾ വേണ്ട ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പൈത്തൺ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ടെലഗ്രാം ബോട്ടൊക്കെ പൈത്തണിലാണ് കൂടുതലുള്ളത്. പിന്നെ വെർഷൻ്റെ അവിടെ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് നല്ലത്. പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ പറയാനുള്ളത്. ഞാൻ ഇവിടെ MoTech ഇവിടെ വന്നിട്ടുണ്ട്. അതെൻ്റെ യൂസർ നെയിമാണ്. ഇവിടെ പാസ്വേഡിൻ്റെ അടുത്ത് ഒരു സംഭവമുണ്ട്. ഈ പാസ്വേഡ് എന്താണ് കൊടുത്തിട്ടുള്ളത് അത് തന്നെ പാസ്വേഡ് കൊടുക്കണം. ആ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നേരെ വർക്ക് ആവത്തുള്ളൂ. പിന്നെ അടുത്ത സൈഡിൻ്റെ ഒരു കോമ വലത്തെ സൈഡിലെ കോമ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതൊന്ന് റിമൂവ് ആക്കിയിട്ട് അവിടെ പാസ്വേഡ് കൊടുക്കും. പിന്നെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കോപ്പി ചെയ്ത് കിട്ടും. സെലക്ട് ചെയ്തൊരു കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഡയറക്റ്റ് കോപ്പി ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് പുതിയൊരു അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്കുള്ളത്. അല്ലാണ്ട് നമുക്ക് പുതിയൊരു ക്ലസ്റ്റർ ഡാറ്റാബേസ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈഡ് 3 ഡോട്ട്സ് ഉണ്ട്. ഇവിടെ കാണിച്ചു തരാം. 3 ഡോട്ട്സ് അല്ല, ഇവിടെ പ്രൊജക്റ്റ് 0 ആണുള്ളത്. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കാണാൻ സാധിക്കും ന്യൂ പ്രൊജക്റ്റ് എൽറ്റ്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രൊജക്റ്റിന് പുതിയൊരു പേര് കൊടുക്കാം. പുതിയൊരു പേര് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് ആക്കി കൊടുത്തതിന് ശേഷം നേരത്തെ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ വരും. അതേപോലെ തന്നെ ചെയ്തിട്ട് കണ്ടിന്യൂ ആയിട്ട് വന്നാൽ മതി. വേറൊരു മാറ്റവും ഇല്ല. ഇത് മാത്രമാണ് രണ്ടാമത് ചെയ്യുമ്പോൾ വരുന്നൊരു ഓപ്ഷൻ. ആദ്യം ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്, പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാം. രണ്ടാമത് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ അതല്ലാണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആടെല്ലാം ക്ലിക്ക് ചെയ്യേണ്ട. അവിടെ സൈഡ് പ്രൊജക്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സെറ്റിങ്സ് അല്ല, പ്രൊജക്ട്സ്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ക്രിയേറ്റ് ആക്കിയ എല്ലാ പ്രൊജക്റ്റും അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ഒറ്റൊരു പ്രൊജക്റ്റ് മാത്രമാണ് ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ സൈഡ് ഡിലീറ്റ് ആക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ 3 കോമയിൽ ക്ലിക്ക് ചെയ്തെടുത്താൽ എഡിറ്റിംഗ് ആക്കുന്ന ഓപ്ഷനൊക്കെ അതിലുണ്ട്. പിന്നെ സൈഡ് ന്യൂ പ്രൊജക്റ്റിന് ഒരു സംഭവമുണ്ട്, ബട്ടണുണ്ട്. അതൊക്കെ നിങ്ങൾ നേരെ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ഇട്ട് നിങ്ങൾക്ക് നേരെ കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ PC-യിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.